അപ്പോഴേ നമുക്ക് ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ വായോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഞാൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. അതിന് ശേഷം ഇത് അമ്പഴങ്ങയാണ്. കുറച്ച് ദിവസം മുമ്പ് ലുലു പോയപ്പോൾ വാങ്ങിയിട്ട് കറി വെച്ചതിൻ്റെ ബാക്കി ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പിലിട്ട് അമ്പഴങ്ങ ഒന്ന് എടുത്ത് ചതച്ചു. അതിനൊപ്പം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് ചതച്ചു. പിന്നെ ഞാനതിൽ കുറച്ച് മുളക് പൊടിയും കൂടി കൂട്ടിയിട്ട്, ചതച്ച മുളകാണ്, അതും കൂടി നന്നായിട്ട് ചതച്ചു. ഒരു പാത്രത്തിലേക്ക് അത് മാറ്റിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തു. ഇത് മാത്രം മതി ചോറിന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പരിപ്പ് അടുപ്പത്തിടിച്ചു. കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉള്ളി മുളക് ഇട്ട് വെറുതെ ഇങ്ങനെ ഉലർത്തിയെടുക്കില്ലേ, അതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉലർത്തിയെടുക്കുന്നതാണ്. അതിനുശേഷം ഒരു ഓംലെറ്റ് ഉണ്ടാക്കി. പിന്നെ ഞാൻ ചോറ് വാർത്തതിന് ശേഷം ചോറ് വിളമ്പി. അപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ആദ്യം ഞാൻ ചോറിട്ടു. പിന്നെ നമ്മൾ പരിപ്പ് ഉലർത്തിയതിട്ടു. പിന്നെ ഓംലെറ്റ്, ചമ്മന്തിയുടെ വീഡിയോ ഞാൻ ഇടാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് ബീഫ് വെച്ചു. പിന്നെ കുറച്ച് മോരുകറി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഊണ് ഇതൊക്കെയായിരുന്നു. ഈ കറികളൊക്കെ കൂട്ടി ഞാൻ ഇന്നെൻ്റെ ഊണ് കഴിച്ചു. അപ്പോൾ ഇങ്ങനെ നാളെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.